നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 31 തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പൊതുപരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ചയും മറ്റു തട്ടിപ്പുകളും കടുപ്പത്തിൽ തടയാൻ ലക്ഷ്യമിട്ടുള്ള പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ലോക്സഭ പാസാക്കി. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതികൾ തള്ളി ബുധനാഴ്ച നടന്ന നീണ്ട ചർച്ചകൾക്കൊടുവിൽ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. പരീക്ഷാ തട്ടിപ്പുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും കടുത്ത ശിക്ഷ ഉറപ്പാക്കുകയാണ് 2024 നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി തയ്യാറാക്കിയ ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ വ്യവസ്ഥകൾ പ്രകാരം തട്ടിപ്പ് കേസുകൾ വിചാരണ ചെയ്യാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക സെഷൻസ് കോടതികളെ ഫാസ്റ്റ് ട്രാക്ക് കോടതികളായി പ്രഖ്യാപിക്കാം. ഈ കോടതികളിലെ ദിവസേന വിചാരണ നടക്കുകയും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കുകയും വേണം. കേസുകൾ വേഗത്തിൽ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടാകും. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും കേസുകൾ നടത്താൻ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കാമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിലെ 2 അംഗ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ടാകും. ഈ അപ്പീലുകളിൽ 3 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണം. ചോദ്യപേപ്പർ ചോർച്ചയിലോ പരീക്ഷാ തട്ടിപ്പിലോ നേരിട്ട് പങ്കാളികളാകുന്ന വ്യക്തികൾക്ക് 5 മുതൽ 10 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. എന്നാൽ ഇത് സംഘടിത കുറ്റകൃത്യമാണെങ്കിൽ കുറഞ്ഞത് 7 വർഷം തടവും 10 കോടി രൂപ വരെ പിഴയും നൽകേണ്ടി വരും. 2024 രാജ്യത്തുടനീളം വിവിധ പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ആദ്യമായി ഈ നിയമം കൊണ്ടുവന്നത്. ഇതിനു മുൻപ് കേന്ദ്ര സർക്കാരും ഏജൻസികളും നടത്തുന്ന പരീക്ഷകളിലെ തട്ടിപ്പുകൾ തടയാൻ കൃത്യമായ പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC, റെയിൽവേ ബാങ്കിംഗ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA തുടങ്ങിയ സ്ഥാപനങ്ങൾ നടത്തുന്ന കേന്ദ്ര പൊതുപരീക്ഷകളുടെ വിശ്വാസ്യതയും സുതാര്യതയും പൂർണ്ണമായും സംരക്ഷിക്കുക എന്നതാണ് ഈ നിയമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കടലാസിന് പകരം പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ 200 കോടി പോളിമർ നോട്ടുകളാണ് പുറത്തിറക്കുക. ഇതിൽ 10 രൂപയുടെയും 20 രൂപയുടെയും 100 കോടി വീതം നോട്ടുകൾ ഉൾപ്പെടും. പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ രാജ്യത്ത് വ്യാപകമാക്കും. ലോക്സഭയിൽ ഉയർന്ന ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കടലാസ് നോട്ടുകളെ അപേക്ഷിച്ച് പോളിമർ നോട്ടുകൾക്ക് ആയുസ് കൂടുതലാണെന്നതും ഉയർന്ന പണവിനിമയം നടക്കുന്ന സാമ്പത്തിക വ്യവസ്ഥകൾക്ക് ഇത് ഏറെ അനുയോജ്യമാണെന്നതുമാണ് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പുതിയ നീക്കം കടലാസ് കറൻസിയുടെ അന്ത്യമല്ല സൂചിപ്പിക്കുന്നതെന്നും കടലാസ് കറൻസികൾ പൂർണ്ണമായും പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റാൻ ഇപ്പോൾ ആലോചനയില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള കടലാസ് കറൻസികൾക്കൊപ്പമായിരിക്കും പ്ലാസ്റ്റിക് നോട്ടുകളും വിനിമയം ചെയ്യപ്പെടുക. പോളിമർ നോട്ടുകൾ ഡിജിറ്റൽ പേയ്മെന്റുകളെ ബാധിക്കുമോ എന്ന് ഇവ പ്രചാരത്തിലെത്തിയ ശേഷമേ വിലയിരുത്താനാകൂ എന്നും കറൻസികളും ഡിജിറ്റൽ പേയ്മെന്റുകളും പരസ്പര പൂരകമായി തുടർന്നും നിലനിൽക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും RBI കൂട്ടിച്ചേർത്തു. 1988 ഓസ്ട്രേലിയയിലാണ് ആഗോളതലത്തിൽ ആദ്യമായി പോളിമർ കറൻസി ഉപയോഗിച്ചു തുടങ്ങിയത്. നിലവിൽ 60ഓളം രാജ്യങ്ങൾ പ്ലാസ്റ്റിക് കറൻസി ഉപയോഗിക്കുന്നുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ മാത്രം 4875.2 കോടി രൂപ ചെലവഴിക്കുകയും 1702 കോടി മുഷിഞ്ഞ നോട്ടുകൾ വിപണിയിൽ നിന്നും പിൻവലിച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്ലാസ്റ്റിക് കറൻസി എത്തുന്നതോടെ കറൻസി അച്ചടി ചെലവിലും മുഷിയുന്ന നോട്ടുകളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയിൽ അവതരിപ്പിച്ച പുതിയ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ല് രാജ്യത്തെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യവും കൃത്യതയുമുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അതിപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ്. ജനനമരണ വിവരങ്ങൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനും വ്യാജരേഖകൾ നിർമ്മിക്കുന്നത് തടയുന്നതിനുമായി രജിസ്ട്രേഷൻ വൈകുന്ന കാലയളവിനെ അടിസ്ഥാനമാക്കി തികച്ചും കർശനമായ ഇരട്ട അനുമതി സംവിധാനമാണ് ഈ പുതിയ ഭേദഗതിയിലൂടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. നിലവിലെ നിയമമനുസരിച്ച് കാലതാമസം വരുത്തുന്ന രജിസ്ട്രേഷനുകൾക്ക് ജില്ലാ ജഡ്ജി, സബ് ജഡ്ജി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരുടെ അനുമതി മാത്രം മതിയാകുമായിരുന്നുവെങ്കിലും പുതിയ വ്യവസ്ഥകൾ നിലവിൽ വരുന്നതോടെ 2 വർഷത്തിൽ കൂടുതൽ വൈകുന്ന സന്ദർഭങ്ങളിൽ എക്സിക്യൂട്ടീവ് അധികാരികൾ നൽകുന്ന അനുമതിക്ക് സാധ്യതയുണ്ടായിരിക്കില്ല. പകരം ഇത്തരം ദീർഘകാല നിയമലംഘനങ്ങൾ ഉണ്ടാകുന്ന കേസുകളിൽ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ വ്യക്തമായ ഉത്തരവും അനുമതിയും നിർബന്ധമാക്കുകയാണ് ചെയ്യുന്നത്.
അതേസമയം 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയിൽ വൈകുന്ന കേസുകളിൽ നിലവിലെ രീതി പോലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അനുമതി മതിയെന്ന ഇളവ് തുടരുകയും ചെയ്യും. പൊതുജനങ്ങളിൽ സമയബന്ധിതമായി വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിനും സർക്കാരിന്റെ കൈവശമുള്ള ജനസംഖ്യാപരമായ ഡാറ്റയുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനുമാണ് നിയമങ്ങൾ ഇത്രത്തോളം ശക്തമാക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും നേരിട്ടെത്തി സഭയിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ ശക്തമായ പ്രതിഷേധങ്ങൾക്കും ബഹളങ്ങൾക്കും നടുവിലാണ് സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഈ ബിൽ സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത്. പ്രതിഷേധങ്ങൾക്കിടയിലും ചട്ടപ്രകാരം ബില്ലിനെ എതിർത്ത് സംസാരിക്കാൻ സ്പീക്കർ പ്രതിപക്ഷത്തിന് അവസരം നൽകിയെങ്കിലും സഭയിലെ അശാന്തമായ അന്തരീക്ഷം കാരണം പ്രതിപക്ഷ അംഗങ്ങൾ ആരും തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഈ വർഷത്തെ ഓണം പ്രമാണിച്ച് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി സൗജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 മുതൽ ആരംഭിക്കുകയാണ്. തുണിസഞ്ചി ഉൾപ്പെടെ 16 വിഭവങ്ങളാണ് ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ, മാവേലി സ്റ്റോറുകൾ, ഓണച്ചന്തകൾ എന്നിവ വഴി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമായി സപ്ലൈകോ പ്രത്യേക സബ്സിഡി ഓണക്കിറ്റുകളും ലഭ്യമാക്കുന്നുണ്ട്. വ്യത്യസ്ത ബജറ്റുകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ 3 തരം കിറ്റുകളാണ് ഇവയിൽ പ്രധാനം. 1000 രൂപയുടെ അത്തം കിറ്റ് വാങ്ങുന്നവർക്ക് 1228 രൂപ വിലമതിക്കുന്ന 20 ഉൽപ്പന്നങ്ങളും 1500 രൂപയുടെ ഉത്രാടം കിറ്റ് വാങ്ങുന്നവർക്ക് 1900 രൂപ വിലമതിക്കുന്ന 25ഓളം ഉൽപ്പന്നങ്ങളും 2000 രൂപയുടെ തിരുവോണം സ്പെഷ്യൽ കിറ്റ് വാങ്ങുന്നവർക്ക് 2550 രൂപയിലധികം വിലയുള്ള 30ഓളം ഉൽപ്പന്നങ്ങളുമാണ് ലഭിക്കുന്നത്. ഇവയ്ക്ക് പുറമെ ഈ ഓണക്കാലത്ത് റേഷൻ കടകൾ വഴിയും കൂടുതൽ ധാന്യവിഹിതം വിതരണം ചെയ്യുന്നുണ്ട്. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും സാധാരണ റേഷന് പുറമെ 1 കിലോ അരി വീതവും കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് ആട്ടയും ലഭിക്കുമ്പോൾ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും ലഭ്യമായ സ്റ്റോക്ക് അനുസരിച്ച് ആട്ടയും ലഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് നിലവിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം വളരെ സജീവമായി തുടർന്നു വരികയാണ്. ഭൂരിഭാഗം ആളുകളുടെയും കൈകളിൽ തുക നേരിട്ടെത്തിക്കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 15 ശേഷം 2 മാസത്തെ പെൻഷനായ 4000 രൂപ ഒന്നിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ ഓഗസ്റ്റ് 26 തിരുവോണം എന്നതിനാൽ ഉത്രാടത്തിന് മുൻപ് തന്നെ തുക എല്ലാവരിലേക്കും എത്തിക്കാനാണ് നീക്കം. എന്നാൽ സെപ്റ്റംബറിലെ തുക കൂടി മുൻകൂറായി ലഭിക്കുന്നതിനാൽ അടുത്ത പെൻഷനായി ഒക്ടോബർ അവസാന വാരം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇതിനൊപ്പം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ ബോർഡ് പെൻഷൻകാർ അടുത്ത 2 മാസത്തിനുള്ളിൽ നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. എന്നാൽ 2026 പുതുതായി പെൻഷൻ ലഭിച്ചവർ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം അടുത്ത മാസത്തോടെ ലഭ്യമാക്കുമെന്നതിനാൽ അക്ഷയ കേന്ദ്രങ്ങളിലോ വാർഡ് ജനപ്രതിനിധികളെ വിവരം അറിയിക്കാവുന്നതാണ്. അതേസമയം ജൂൺ 30 വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരുടെ പെൻഷൻ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇവർ തദ്ദേശ സ്ഥാപനങ്ങളിൽ സർട്ടിഫിക്കറ്റ് നൽകി ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്തേണ്ടതുണ്ടെങ്കിലും ഓഗസ്റ്റ് 20 ശേഷമാണ് പെൻഷൻ വിതരണം നടക്കുന്നതെങ്കിൽ മാത്രമേ ഇത്തവണത്തെ തുക ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ് രേഖപ്പെടുത്തി. 2026 ജൂൺ 30 വ്യാഴാഴ്ച 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 75 രൂപ കൂടി 13,230 രൂപയും പവന് 600 രൂപ കൂടി 1,05,840 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.